അപ്പോൾ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? അതുപോലെ തന്നെ ഈ കമ്മിറ്റി ഇപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം കേട്ടു, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് തന്നെ അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറാൻ അവസരം കിട്ടി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റി ആവാൻ പറ്റിയില്ല? എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി മാറിയതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നിരിക്കെ ഒരു കമ്മിറ്റി അവിടെ അനിവാര്യമാണ്. കാരണം ഒരു ജനറൽ ബോഡി കൂടിയാലേ മറ്റൊരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ജനറൽ ബോഡി നടത്താൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികം വേണം. അപ്പോൾ അത്രയും എക്സ്പെൻസ് നമുക്ക് ആ സമയത്ത് മുടക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഇതേ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റി ആവേണ്ട ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആ കമ്മിറ്റിക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ ഒരു അലിഗേഷനും ഇല്ലായിരുന്നു. ഒരു സാമ്പത്തിക ക്രമക്കേടോ മറ്റ് അലിഗേഷൻസോ ഒന്നുമില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്ക് പുറത്തുള്ള അലിഗേഷന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോവേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്കകത്തുണ്ടായിരുന്ന ആ കമ്മിറ്റിക്കെതിരെ വേറെ അലിഗേഷൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അതേ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡ്ഹോക് കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡ്ഹോക് കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞു. പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് വിളിച്ചതിനും ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവിനി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവരുത്. കാരണം ഇത്രയും പേരുടെ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം വന്ന് അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക ആരോപണം നേരിടുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ താഴെ പോയ ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഡോക്ടർ റോണിയെയും ആശ അരവിന്ദ് ചേച്ചിയെയും പുതിയ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് നിയമിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.